രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് തുംഗഭദ്ര. ഈ കഴിഞ്ഞ ദിവസമാണ് ഡാമിന്റെ 19ാം നമ്പർ ഗേറ്റ് തകരാറിലാകുന്നത്. പിന്നീട് ഇത് ഒലിച്ചു പോകുകയും ചെയ്തു. ഭീഷണി ഒഴിവാക്കുന്നതിനായി 33 ഗേറ്റുകളും തുറന്നു വിട്ടിരിക്കുന്നു. ഇതോടെ വൻതോതിലാണ് ജലം പുറത്തേക്ക് വരുന്നത്. തുംഗഭദ്രയുടെ വാർത്ത നമ്മൾ മലയാളികളിലും ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിന് ശേഷം വരുന്ന വലിയ സുർക്കി അണക്കെട്ടാണ് തുംഗഭദ്ര. ഈ 2 അണക്കെട്ടുകളും നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി മോട്ടാർ ഉപയോഗിച്ചാണ്. ചെളിയും ചുണ്ണാമ്പ് കല്ലും ചേർന്ന മിശ്രിതമാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ശർക്കരയും കരിമ്പിൻ നീരും മുട്ടയും ചേർന്നുണ്ടാക്കിയ സുർക്കി മിശ്രിതത്തിൽ കെട്ടി ഉണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാറിന്റെ അടിത്തറ. ആയിരത്തി 1953 തുംഗഭദ്ര അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. അതായത് 70 വർഷം മാത്രം പഴക്കം. 1895 കമ്മീഷൻ ചെയ്ത മുല്ലപ്പെരിയാർ ഡാം 125 വർഷങ്ങൾക്ക് ശേഷവും പ്രവർത്തിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ആശങ്കകളുടെ വ്യാപ്തി കൂട്ടുന്നു. കാലപ്പഴക്കം തുംഗഭദ്ര അണക്കെട്ടിനെ ബലഹീനമാക്കി. കർണാടകയിലെ 4 ജില്ലകൾ ആശങ്കപ്പെടുമ്പോൾ ഇതിലും വലിയ ദുരന്തമാണ് കേരളം അഭിമുഖീകരിക്കേണ്ടി വരിക. സംസ്ഥാനത്തെ 5 ജില്ലകൾ പൂർണ്ണമായും തുടച്ചുമാറ്റാൻ ശേഷിയുള്ള, കേരളത്തിന്റെ ഘടനയെ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു ജലബോംബാണ് മുല്ലപ്പെരിയാർ എന്ന് വേണം നിലവിൽ പറയാൻ.